ഗസ വെടിനിർത്തലിന്റെ ഭാവി സംബന്ധിച്ച് നിർണായക തീരുമാനം കൈക്കൊള്ളാൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും തമ്മിലുള്ള ചർച്ച ഉടൻ. സൈന്യം ഗസ വിടില്ലെന്ന നിലപാടിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കെ സമാധാന പദ്ധതി തകരുമെന്ന മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ആശങ്കയുണ്ട്. വക്താവ് അബൂ ഉബൈദ ഉൾപ്പെടെയുള്ളവരുടെ മരണം സ്ഥിരീകരിച്ചു ഹമാസ്. ന്യൂനമർദ്ദം സൃഷ്ടിച്ച പ്രതികൂല കാലാവസ്ഥയിൽ ഗസയിൽ ജനജീവിതം കൂടുതൽ ദുരിതപൂർണ്ണം. അമേരിക്കയും ഇസ്രായേലുമായി ഇറാൻ സമ്പൂർണ്ണ യുദ്ധത്തിലാണെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. MC നാസർ കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേർന്നു. നാസർ, ആദ്യഘട്ട കരാർ യാഥാർത്ഥ്യമായതു മുതൽ പലതവണ ഇസ്രായേൽ കരാർ ലംഘിച്ചതാണ്, അത് നമ്മൾ കണ്ടതുമാണ്. ഇപ്പോൾ രണ്ടാംഘട്ട കരാറിന് വേണ്ടി ചർച്ച നടത്തുകയാണ് ട്രംപും ഒപ്പം തന്നെ നെതന്യാഹുവും. ഈ ചർച്ചയിൽ എത്ര കണ്ട് പ്രതീക്ഷ വെക്കണം നാസർ? അനീഷ, ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ചർച്ചയാണ് അടുത്ത മണിക്കൂറിനുള്ളിൽ ഫ്ലോറിഡയിൽ നടക്കാൻ പോകുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇന്ന് രാവിലെ തന്നെ ഫ്ലോറിഡയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, അതോടൊപ്പം തന്നെ ട്രംപിന്റെ മരുമകനും അദ്ദേഹത്തിന്റെ വൈറ്റ് ഹൗസിന്റെ ഉപദേശകനും കൂടിയായിട്ടുള്ള ജറദ് കുഷ്നർ, ഇവരും ഈ സംഘത്തിലുണ്ട്. ഒന്നിച്ച് തന്നെ ആയിരിക്കും നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുക. ഗസയിൽ ഒക്ടോബർ 10 പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന ഈ വെടിനിർത്തൽ ഇനിയും നീണ്ടുപോകുമോ, അതല്ല ഇടക്ക് വെച്ച് അത് അവസാനിക്കുമോ എന്ന നിർണായകമായിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയായിരിക്കും ഇന്ന് രാത്രി ഫ്ലോറിഡയിൽ നിന്ന് ലഭ്യമാവുക. എന്തായാലും ഇസ്രായേൽ ഈ വെടിനിർത്തൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന അർത്ഥത്തിലുള്ള പ്രതികരണമാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ആദ്യം തന്നെ ഹമാസിനെ പൂർണ്ണമായിട്ട് നിരായുധീകരിക്കാനോ തങ്ങൾ തന്നെ രംഗത്ത് വരും. അതായത് ഗസയിൽ വീണ്ടും യുദ്ധം ആരംഭിക്കാനുള്ള ഒരു നീക്കമായിരിക്കും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്ന വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് മധ്യസ്ഥ രാജ്യങ്ങളുമായിട്ട് അമേരിക്ക നടത്തിയ ആശയവിനിമയത്തിൽ എന്തായാലും ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനും നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ച 20 ദിന സമാധാന പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാനുമുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് അമേരിക്ക ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ ഇസ്രായേലിനെ എത്ര കണ്ട് ഇതിനെ പ്രേരിപ്പിക്കാൻ അമേരിക്ക തയ്യാറാകും എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് രാത്രി നടക്കുന്ന ചർച്ചയോടുകൂടി ലഭ്യമാകുമെന്നാണ് സൂചന ലഭിക്കുന്നത്. എന്തായാലും അമേരിക്കയുടെ ഉദ്യോഗസ്ഥരും അമേരിക്കൻ ഉന്നത വൃത്തങ്ങളും ഒക്കെ വ്യക്തമാക്കുന്നത് ജനുവരിയോടുകൂടി തന്നെ ഈ രണ്ടാംഘട്ട വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരും. എന്തായാലും അധികം സമയം വൈകാതെ തന്നെ അന്താരാഷ്ട്ര സേനയുടെ വിന്യാസം ഗസയിൽ നടക്കും. തുടർന്ന് ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ചർച്ച നീളും. എന്തായാലും ഈ സമാധാന പദ്ധതിയിൽ നിന്ന് പിറകോട്ടില്ല എന്ന പ്രഖ്യാപിതമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ഈ രാത്രിയിലും അമേരിക്ക നിൽക്കുന്നത്. പക്ഷേ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ അത് തെര്യപ്പെടുത്താൻ, ഇസ്രായേലിനെ അതിനെ പ്രേരിപ്പിക്കാൻ നിർണായകമായ ചർച്ച ഇന്ന് ഫ്ലോറിഡയിൽ നടക്കാനിരിക്കുകയാണ്. ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച നടക്കുകയാണ്. രണ്ടാം ഘട്ട വെടിനിർത്തലാണ് പ്രധാനമായും ചർച്ചയാകുക. പക്ഷേ അതിലെത്ര കണ്ട് പ്രതീക്ഷ വെക്കണം എന്നറിയില്ല. കാരണം നെതന്യാഹു ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് യുദ്ധം തുടരാം എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഉൾപ്പെടെ നെതന്യാഹു മുന്നോട്ട് വെച്ച ആവശ്യം, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച കാര്യം എന്ന് പറയുന്നത് ഈ ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ ആശയത്തിലേക്ക് അല്ലെങ്കിൽ ആ തീരുമാനത്തിലേക്ക് എത്താൻ തന്നെയായിരിക്കും നെതന്യാഹു നീക്കം ഇടുക എന്ന് തന്നെയാണ് ഈ ചർച്ചയ്ക്ക് മുന്നോടിയായി നൽകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാസർ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. നാസർ, ഈ പറഞ്ഞതുപോലെ തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾ ഉൾപ്പെടെ ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ സൈന്യത്തെ പിൻവലിക്കുന്ന കാര്യത്തിൽ നെതന്യാഹു സർക്കാരിന് അല്ലെങ്കിൽ ഇസ്രായേലിന് ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും യുദ്ധം തുടരാനുള്ള ഒരു താല്പര്യം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അങ്ങനെയിരിക്കെ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഒരു ഇടപെടലായിരിക്കും ഈ ചർച്ചയിൽ നടത്താൻ സാധിക്കുക? ഒപ്പം തന്നെ ട്രംപ് എന്ത് നിലപാട് ആയിരിക്കും ഈ വിഷയത്തിൽ ചേർക്കുക? നമ്മളിപ്പോൾ ആദ്യഘട്ട ചർച്ചയിൽ ഉൾപ്പെടെ കണ്ടതാണ്. റഫ അതിർത്തി തുറക്കുന്നത് ഉൾപ്പെടെയുള്ള ഉപാധികളൊന്നും ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല. അനീഷ, തീർച്ചയായിട്ടും വലിയ ഒരു തോതിലുള്ള ഒരു സമ്മർദ്ദം അമേരിക്കയ്ക്ക് മുകളിലുണ്ട്. കാരണം മധ്യസ്ഥ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ അറബ് മുസ്ലിം രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഈ സമാധാന പദ്ധതി മുന്നോട്ട് പോകണം, അതല്ല ഒരു ആക്രമണം പുനരാരംഭിക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിൻ്റെ താല്പര്യങ്ങളെയല്ല, മറിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ഒക്കെ അറബ് മുസ്ലിം ലോകത്തുള്ള പശ്ചിമേഷ്യയിലുള്ള താല്പര്യങ്ങളെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. 2 കൊല്ലത്തിലധികം നീണ്ട ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു വംശഹത്യ വരുത്തിവെച്ചിരിക്കുന്ന അതിഗുരുതരമായിട്ടുള്ള ജീവൽ സമസ്യ
ശക്തികൾ ഒരു ഭാഗത്തുണ്ട്. അത് ലോകത്തുടനീളം ഫലസ്തീൻ അനുകൂലമായിട്ടുള്ള ഒരു വികാരം രൂപപ്പെടുത്തി ഇസ്രായേലിനെതിരായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു വികാരം ലോകത്തുടനീളം പടർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് ഈ വെടിനിർത്തൽ കാലയളവിൽ പോലും 400-ലധികം തവണ 800-ലധികം തവണ വെടിനിർത്തൽ ലംഘനം ഇസ്രായേൽ നടത്തി. അതിന്റെ ഭാഗമായി 412 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു, 1100-ലധികം പേർക്ക് പരിക്കേറ്റു. ഈ ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടതോടുകൂടി തന്നെ അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾ പോലും ഇസ്രായേലിന്റെ ഈ നീക്കത്തോട് തങ്ങൾക്ക് യോജിപ്പില്ല എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഈജിപ്ത്, തുർക്കി, ഖത്തർ എന്നീ 3 രാജ്യങ്ങൾ വളരെ ശക്തമായി തന്നെ ഒരു സമ്മർദ്ദം അമേരിക്കയ്ക്ക് മുകളിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. കാരണം തങ്ങളുടെ ഇടപെടലിലൂടെയാണ് അമേരിക്കയുടെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അനുകൂലമായ അവസരമൊരുക്കിയത്. ഹമാസ് അതുമായിട്ട് പരമാവധി സഹകരിച്ചിട്ടുണ്ട്. കാരണം ജീവനോടെയുള്ള 20 ബന്ദികളെ ഈ വെടിനിർത്തലിന്റെ ആദ്യ ദിവസം തന്നെ വിട്ടയച്ചു. 28 ബന്ദികളുടെ മൃതദേഹങ്ങളിൽ 27 ബന്ദികളുടെ മൃതദേഹങ്ങളും കൈമാറി. ഒരു ബന്ദിയുടെ മൃതദേഹം മാത്രമാണ് തെരച്ചിൽ നടത്തിയിട്ടും ഇതുവരെ കണ്ടെത്താതെ പോയിരിക്കുന്നത്. അതുകൊണ്ട് ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് മുൻഗണന മുഖവിലക്കെടുത്തുകൊണ്ട് കുറെ കൂടി അനുഭാവപൂർണ്ണമായിട്ടുള്ള നീക്കം ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ സമാധാന പദ്ധതി തകരുമെന്നൊരു മുന്നറിയിപ്പാണ് മധ്യസ്ഥ രാജ്യങ്ങളായ ഈ 3 മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി നടക്കുന്ന ചർച്ചയിൽ ട്രംപും അതോടൊപ്പം തന്നെ മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള സ്റ്റീവ് വിറ്റ്കോഫ് ഉൾപ്പെടെയുള്ളവർ ഈ ഒരു വികാരം തന്നെ ആയിരിക്കാം നെതന്യാഹുവിനെ അറിയിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനീഷ. നാസർ, ഒരു കാര്യം കൂടി, ഈ ഹമാസ് വക്താവായിട്ടുള്ള അബൂ ഉബൈദയുടെ മരണം ഹമാസ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ പുതിയ ചിത്രങ്ങൾ കൂടി പുറത്തുവിട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. അനീഷ, തീർച്ചയായിട്ടും കഴിഞ്ഞ മെയ് മാസത്തിലാണ് അബൂ ഉബൈദയെ ഹമാസിന്റെ വക്താവിനെ തങ്ങൾ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ ഇതുവരെയും ഹമാസ് നേതൃത്വം അക്കാര്യം സ്ഥിരീകരിച്ചിരുന്നില്ല. കാരണം വളരെ ചുരുങ്ങിയ ഒരു കാലയളവിനുള്ളിൽ പോലും പിന്നിട്ട ഈ ക്രൂരമായിട്ടുള്ള വംശഹത്യയുടെ ഘട്ടത്തിലൊക്കെയും അറബ് ലോകത്തും ലോകത്തുടനീളം വലിയൊരു തരംഗമായി തന്നെ അബൂ ഉബൈദയുടെ പ്രതികരണങ്ങൾ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുഖം മറച്ചുകൊണ്ടായിരുന്നു അബൂ ഉബൈദ ഈ പ്രതികരണങ്ങളൊക്കെ വീഡിയോയിലൂടെ പുറത്തുവിട്ട് കൊണ്ടിരുന്നത്. അബൂ ഉബൈദയുടെ ഓരോ ആ സന്ദേശം കൈമാറുന്ന ഘട്ടത്തിലും അറബ് ലോകത്ത് ഫലസ്തീൻ അനുകൂലമായിട്ടുള്ള വലിയ തോതിലുള്ള ഒരു വികാര തരംഗമായിട്ട് അത് മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏറ്റവും അവസാനത്തെ ഈ ഒരു ഘട്ടത്തിലാണ് പുതിയ ഹമാസിന്റെ വക്താവ് അതും മുഖം മറച്ചുകൊണ്ട് തന്നെയാണ് വീഡിയോ സന്ദേശത്തിലൂടെ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട ഹമാസിന്റെ മാത്രമല്ല അറബ് ലോകത്തിന്റെയും മുസ്ലിം ലോകത്തിന്റെയും ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രതീകം കൂടിയായി മാറിയിരുന്ന അബൂ ഉബൈദ കൊല്ലപ്പെട്ട കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള മറ്റു ചില വ്യക്തികളുടെയും മുഹമ്മദ് സിൻവാർ ഉൾപ്പെടെയുള്ളവരുടെ വധവും ഔദ്യോഗികമായി തന്നെ ഹമാസ് ഇന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരം കൊലകളൊക്കെ തന്നെയും തങ്ങളെ ഒരു നിലയ്ക്കും തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പര്യാപ്തമല്ല. കൂടുതൽ ശക്തമായി തന്നെ ലക്ഷ്യത്തിലേക്ക് മുന്നേറാനാണ് ഹമാസിന്റെ തീരുമാനം. ഇനി ഈ വെടിനിർത്തൽ കരാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതികരണം കൂടി ഹമാസിന്റെ വക്താവ് ഇന്ന് നടത്തിയിട്ടുണ്ട്. തങ്ങൾ നിരായുധീകരണം എന്ന ലക്ഷ്യത്തിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കാൻ ഹമാസിന് താല്പര്യമില്ല എന്ന് തന്നെ ഹമാസിന്റെ വക്താവ് അറിയിച്ചിരിക്കുന്നത്. കാരണം വളരെ ശക്തമായിട്ടുള്ള ഇസ്രായേൽ സേനയുടെ പൂർണ്ണമായിട്ടും അവർ ഗസയിൽ നിന്ന് പിന്മാറാത്ത ഒരു സാഹചര്യത്തിൽ ആയുധങ്ങൾ അടിയറവെക്കുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. ഇനി ആയുധങ്ങളില്ലെങ്കിലും ശത്രുവിനെതിരെ ഏറ്റവും അവസാനം വരെയും അതിശക്തമായി തന്നെ തങ്ങൾ നിലയുറപ്പിക്കുമെന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് പുതിയ വക്താവ് അബൂ ഉബൈദയുടെ മരണം സ്ഥിരീകരിച്ചുകൊണ്ട് നടത്തിയ വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്ക ഇസ്രായേൽ ചർച്ചയിലേക്ക് വരുമ്പോൾ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഒരു സമ്മർദ്ദം അത് ട്രംപിന് മുകളിലും അമേരിക്കയ്ക്ക് മുകളിലുമുണ്ട്. ആദ്യഘട്ടം മുതൽ തന്നെ ഇസ്രായേലിന് അനുകൂലമായ നിലപാടാണ് ട്രംപ് ഇന്നേ വരെ സ്വീകരിച്ചിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ചർച്ചയിൽ ട്രംപ് മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന നിലപാടുകൾ എന്തായിരിക്കും? അതിനെ എങ്ങനെയായിരിക്കും ഇസ്രായേൽ തഴയിടുക? അന്വേഷണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രംപ് നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ 20 പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഈ 2ാം ഘട്ടത്തിൽ വരേണ്ടത്. അതിൽ ഹമാസിന്റെ നിരായുധീകരണം എന്നത് ഏറ്റവും അവസാനം വരേണ്ടതാണ്. അതിനു മുമ്പ് ഗസയിൽ ഒരു ഇടക്കാല സർക്കാർ രൂപവൽക്കരണം വരേണ്ടതുണ്ട്. തുടർന്ന് വിവിധ രാജ്യങ്ങളുടെ സേനയെ ഗസയിൽ വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമമാണ് തുടർന്ന് വരേണ്ടത്. പക്ഷേ ഈ 2 കാര്യങ്ങളിലും ഇപ്പോൾ പോലും ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം ഫലസ്തീനികളുടേതല്ലാത്ത ഒരു സർക്കാരിനെ
അംഗീകരിക്കുന്ന പ്രശ്നമില്ലെന്ന് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നിയോഗിക്കാൻ പോകുന്ന ഈ ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടെയുള്ള ഈ ഫലസ്തീൻ ഭരണസമിതിയിൽ ആരൊക്കെയായിരിക്കും അംഗങ്ങൾ, പുറമെ നിന്നുള്ള ആരെങ്കിലും അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം അമേരിക്ക നടത്തുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഏതൊക്കെ രാജ്യങ്ങളാണ് സേനയെ ഗസയിലേക്ക് വിടുക എന്ന കാര്യത്തിലും ഇപ്പോൾ പോലും ഒരു വ്യക്തതയിൽ എത്തിയിട്ടില്ല. പുതുതായിട്ട് സേനയെ അയക്കില്ല എന്ന തീരുമാനം ഇപ്പോൾ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഖത്തറിന്റെയും തുർക്കിയുടെയും സേനയെ ഗസയിൽ വരാൻ അനുവദിക്കില്ല എന്ന ഒരു നിലപാടിലാണ് നേരത്തെ മുതൽ തന്നെ ഇസ്രായേൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. അക്കാര്യങ്ങൾ കൂടി ഇന്ന് നടക്കുന്ന ട്രംപുമായിട്ടുള്ള ചർച്ചയിൽ നെതന്യാഹു ഉന്നയിക്കും. എന്തായാലും അടുത്ത വർഷം ജനുവരിയോ അതല്ലെങ്കിൽ ഫെബ്രുവരിയോട് കൂടിയോ പുതിയ സേനയെ ഗസയിലേക്ക് നിയോഗിക്കാൻ സാധിക്കും. അതോടുകൂടി ഇസ്രായേലിനെ അവിടെ നിന്ന് പിൻവലിക്കാൻ, ഇസ്രായേൽ സേനയുടെ പിന്മാറ്റം പൂർണ്ണമാക്കുക എന്നതാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം. പക്ഷേ ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും അദ്ദേഹത്തിന്റെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള ബെൻഗബറും സ്മോട്രിക്കും ഇത് അംഗീകരിക്കുമോ എന്ന കാര്യം പോലും വ്യക്തതയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഫ്ലോറിഡയിൽ നടക്കുന്ന ആ ചർച്ചയിലൂടെ മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ കുറെ കൂടി ഒരു വ്യക്തതയിൽ എത്തുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനീഷ, ഫ്ലോറിഡയിലാണ് ഇസ്രായേൽ US ചർച്ച നടക്കുന്നത്. രണ്ടാം ഘട്ട വെടിനിർത്തലാണ് ചർച്ചയാകുന്നത്. എങ്കിലും സൈന്യത്തെ പിൻവലിക്കില്ല എന്ന നിലപാടാണ് ഇസ്രായേൽ ആവർത്തിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് MC നാസറാണ്. മറ്റു വാർത്തയിലേക്കാണ്. UAEയിൽ ഇന്ന് അനുഭവപ്പെട്ടത് മഴയും പൊടിക്കാറ്റും. കിഴക്കൻ മേഖലകളിൽ പലയിടത്തും ശക്തമായ മഴ പെയ്തപ്പോൾ പലയിടങ്ങളിലും പൊടിക്കാറ്റുമെത്തി. ദൂരക്കാഴ്ച കുറഞ്ഞതിനാൽ വാഹനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ താപനിലയിലും കുറവുണ്ടായിട്ടുണ്ട്. ഖത്തറിൽ നാളെയും മറ്റന്നാളും ശക്തമായ കാറ്റിനും തണുപ്പിനും സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. തീരങ്ങളിൽ ജാഗ്രത വർദ്ധിപ്പിച്ചു. ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ശക്തമായ ശീതക്കാറ്റുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. കാറ്റുമൂലം താപനിലയിൽ കാര്യമായ കുറവുണ്ടാകും. തണുപ്പ് കൂടുന്ന സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. അൽഖോറിലാണ് ഇന്ന് ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത്, 15 ഡിഗ്രി സെൽഷ്യസ്. ഖത്തർ യൂണിവേഴ്സിറ്റി, ദോഹ എയർപോർട്ട് എന്നിവിടങ്ങളിലായിരുന്നു കൂടിയ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. തണുപ്പ് കൂടുന്ന സാഹചര്യത്തിൽ ആഭ്യന്തര മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അടച്ചിട്ടതോ വേണ്ടത്ര വായുപ്രവാഹമോ ഇല്ലാത്ത ഇടങ്ങളിൽ ചൂടുകായാൻ തീയോ കരിയോ ഉപയോഗിക്കരുത്. ഇത്തരം സ്ഥലങ്ങളിൽ ഇവ ഉപയോഗിക്കുന്നത് മൂലം കാർബൺ മോണോക്സൈഡ് വിഷവാതകം പുറന്തള്ളപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. മീഡിയ 1, ദോഹ. ഒമാന്റെ വിവിധ ഗവർണറേറ്റുകളിൽ നാളെ മുതൽ വ്യാഴാഴ്ച വരെ ശക്തമായ വടക്കു പടിഞ്ഞാറൻ കാറ്റിന് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കാറ്റ് ശക്തമാകുന്നതോടെ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും താപനിലയിൽ ഗണ്യമായ കുറവുണ്ടാകും. മസ്കത്തിൽ താപനില ഏകദേശം 16 ഡിഗ്രി സെൽഷ്യസായി കുറയും. ജബൽ ഷംസ് പോലുള്ള പർവ്വത പ്രദേശങ്ങളിൽ 1.5 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും താപനില. കടൽ പ്രക്ഷുബ്ധമാക്കാൻ കാരണമാകുമെന്നും പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിൽ സമുദ്ര പ്രവർത്തനങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. സൗദിയിലെ തബൂക്കിൽ സ്കൂളുകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തി. തണുപ്പ് വർദ്ധിച്ചതോടെയാണ് പുതിയ സമയക്രമം. ക്ലാസുകൾ രാവിലെ 9 മണിക്ക് ആരംഭിക്കും. വിദ്യാഭ്യാസ അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. തബൂക്ക് മേഖലയിൽ കഠിനമായ തണുപ്പ് തുടരുന്ന സാഹചര്യത്തിലാണ് സ്കൂൾ പ്രവൃത്തി സമയത്തിൽ മാറ്റം വരുത്തിയത്. വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് പുതിയ സമയക്രമം പ്രഖ്യാപിച്ചത്. ജനുവരി 4 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിലാണ് മാറ്റം. പുതിയ അറിയിപ്പ് പ്രകാരം ക്ലാസുകൾ രാവിലെ 9 മണിക്കും പരീക്ഷകൾ 10 മണിക്കുമാണ് ആരംഭിക്കുക. തബൂക്കിലും പരിസര പ്രദേശങ്ങളിലും താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നിരുന്നു. വരും ദിവസങ്ങളിൽ തണുപ്പ് ഇനിയും വർദ്ധിക്കുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പരിഗണിച്ചാണ് തീരുമാനം. സക്കാക്കയെ കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും തണുപ്പേറിയ പ്രദേശമായി തബൂക്ക് മാറി. കാലാവസ്ഥ അനുയോജ്യമായ സമയങ്ങളിൽ അധ്യയനവും പഠനവും എളുപ്പമാക്കാൻ പുതിയ സമയക്രമം സഹായകമാവും. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. സൗദിയിലെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനിയായ ബിൻ ലാദൻ ഗ്രൂപ്പിന്റെ ഭൂരിഭാഗം ഓഹരികളും സൗദി ധനകാര്യ മന്ത്രാലയം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഗ്രൂപ്പിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. രാജ്യത്തിലെ പ്രധാന പദ്ധതികളുടെ നിർമ്മാണ കരാറുകൾ ഗ്രൂപ്പ് ഏറ്റെടുക്കും. ബിൻ ലാദൻ ഗ്രൂപ്പിന്റെ ഓഹരികളിൽ 86% ധനകാര്യ മന്ത്രാലയം സ്വന്തമാക്കാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട്.
കൂടുതൽ ഓഹരികൾ എത്തുന്നതോടെ ഗ്രൂപ്പ് സൗദി ധനകാര്യ മന്ത്രാലയത്തിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലേക്ക് മാറും. 2015 നടന്ന ഹറം ക്രെയിൻ അപകടത്തെ തുടർന്ന് കമ്പനി വലിയ പ്രതിസന്ധി നേരിട്ടു. കമ്പനിയുടെ കടബാധ്യതകൾ തീർക്കുന്നതിനും പ്രവർത്തനങ്ങൾ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നതിന്റെയും ഭാഗമായാണ് നടപടി. ദേശീയ പരിവർത്തന പദ്ധതിയുടെ ഭാഗമായുള്ള വമ്പൻ പ്രൊജക്ടുകൾ, 2034 ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവൃത്തികൾ, ജിദ്ദ ടവർ, മക്കയിലെ മസ്ജിദ് അൽ ഹറാം വിപുലീകരണ പദ്ധതി എന്നിവ ബിൻ ലാദൻ ഗ്രൂപ്പാണ് ഏറ്റെടുത്ത് നടത്തിവരുന്നത്. രാജ്യത്തിലെ ഏറ്റവും വലുതും കൂടുതൽ ജീവനക്കാരുമുള്ള കമ്പനിയാണ് ബിൻ ലാദൻ ഗ്രൂപ്പ്. പ്രവാസികളടക്കം 10,000 ഗ്രൂപ്പിന് കീഴിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവർക്ക് ആശ്വാസമാകുന്നതാണ് പുതിയ തീരുമാനം. സാബിത് സലിം, മീഡിയ 1, ജിദ്ദ. ബഹ്റൈനിൽ ഇന്ധനവില വർദ്ധിച്ചു. പുതുക്കിയ പെട്രോൾ ഡീസൽ നിരക്കുകൾ രാജ്യത്ത് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിരീക്ഷണത്തിനും നിർണയത്തിനുമുള്ള സമിതിയുടെ യോഗ തീരുമാനപ്രകാരമാണ് ഇന്ധനവില രാജ്യത്ത് പരിഷ്കരിക്കുന്നത്. പുതുതായി വർദ്ധിപ്പിക്കുന്ന നിരക്കുകൾ പ്രകാരം സൂപ്പർ 98 പെട്രോളിന് ലിറ്ററിന് 265 ഫിൽസ് ആയിരിക്കും. പ്രീമിയം 95 മുംതാസ് ലിറ്ററിന് 235 ഫിൽസും റെഗുലർ 91 ജയീദ് ലിറ്ററിന് 220 ഫിൽസും നൽകണം. ഡീസലിന്റെ വില ലിറ്ററിന് 200 ഫിൽസായി നിശ്ചയിച്ചിട്ടുണ്ട്. വർദ്ധിപ്പിച്ച നിരക്കുകൾ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. സാമ്പത്തികമായ കാര്യക്ഷമതയും സുസ്ഥിരതയും ഉറപ്പാക്കുന്നതിനായി ബഹ്റൈൻ നടപ്പിലാക്കുന്ന പരിഷ്കരണത്തിന്റെ ഭാഗമായി ധനകാര്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച പരിഷ്കരണ നടപടികളുടെ ഭാഗമായാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. രാജ്യത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് അനുവദിച്ചിട്ടുള്ള ഡീസൽ സബ്സിഡിയിൽ മാറ്റമുണ്ടാകില്ലെന്നും അവർക്ക് നിലവിലെ ആനുകൂല്യം തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. കുവൈത്തിൽ പെട്രോൾ വില 2026 മാർച്ച് 31 വരെ മാറ്റമില്ലാതെ തുടരാൻ തീരുമാനം. സബ്സിഡികൾ അവലോകനം ചെയ്യുന്ന കമ്മിറ്റിയാണ് ജനുവരി 1 മുതൽ മാർച്ച് 31 വരെയുള്ള കാലയളവിൽ വില സ്ഥിരമായി നിർത്താൻ തീരുമാനിച്ചതെന്ന് എണ്ണമേഖലാ വൃത്തങ്ങൾ അറിയിച്ചു. ഇതനുസരിച്ച് അൾട്രാ പെട്രോൾ ലിറ്ററിന് 200 ഫിൽസ് എന്ന വില തുടരും. പ്രീമിയം പെട്രോൾ ലിറ്ററിന് 85 ഫിൽസും സ്പെഷ്യൽ പെട്രോൾ ലിറ്ററിന് 105 ഫിൽസും മാറ്റമില്ലാതെ തുടരുമെന്ന് വൃത്തങ്ങൾ വ്യക്തമാക്കി. ഡീസലിന്റെയും മണ്ണെണ്ണയുടെയും വിലയും ഇതേ കാലയളവിൽ ലിറ്ററിന് 115 ഫിൽസിൽ മാറ്റമില്ലാതെ തുടരുമെന്ന് റിപ്പോർട്ട്. 267 കോടി രൂപയുടെ നമ്പർ പ്ലേറ്റ് ലേലം നടത്തി ദുബായ്. റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സംഘടിപ്പിച്ച 120ാമത് വാഹന നമ്പർ പ്ലേറ്റ് ലേലമാണ് ചരിത്രം കുറിച്ചത്. ലേലത്തിൽ പങ്കെടുത്ത 90 സ്പെഷ്യൽ നമ്പറുകളിൽ BP12 എന്ന നമ്പറാണ് ഏറ്റവും ഉയർന്ന തുകയ്ക്ക് വിറ്റുപോയത്. വാഹനപ്രേമികളുടെയും നമ്പർ ശേഖരിക്കുന്നവരുടെയും വൻ പങ്കാളിത്തത്തിനാണ് ദുബായ് സാക്ഷ്യം വഹിച്ചത്. കഴിഞ്ഞ ദിവസം നടന്ന ഓപ്പൺ ലേലത്തിൽ ചരിത്രത്തിലാദ്യമായി 109 മില്യൺ ദിർഹം സമാഹരിക്കാൻ RTAക്ക് കഴിഞ്ഞു. ലേലത്തിൽ ഏറ്റവും കൂടുതൽ തിളങ്ങിയത് BB12 എന്ന നമ്പർ പ്ലേറ്റാണ്. 9.66 മില്യൺ ദിർഹം, 23 കോടി 66 ലക്ഷം രൂപക്കാണ് നമ്പർ സ്വന്തമാക്കാൻ ഉടമ നൽകിയത്. രണ്ടാം സ്ഥാനത്തുള്ള AA25 എന്ന നമ്പർ 8 മില്യൺ ദിർഹത്തിന് മുകളിലും BB30 6.74 മില്യൺ ദിർഹവും CC100 4.21 മില്യൺ ദിർഹവുമാണ് നേടിയത്. 2 മുതൽ 5 അക്കങ്ങൾ വരെയുള്ള 90 വിശിഷ്ട നമ്പർ പ്ലേറ്റുകളാണ് ലേലത്തിൽ വെച്ചിരുന്നത്. AA, BB, CC മുതൽ Z വരെയുള്ള വിവിധ കോഡുകളിലുള്ള നമ്പറുകൾ ഇതിൽ ഉൾപ്പെട്ടിരുന്നു. നേരിട്ടും ഓൺലൈനായും ലേലത്തിൽ പങ്കെടുക്കാൻ സൗകര്യമൊരുക്കിയിരുന്നു. ദുബായ് ട്രാഫിക് ഫയലുകൾ ഉള്ളവർക്ക് 25,000 ദിർഹം സെക്യൂരിറ്റി ഡെപ്പോസിറ്റും 120 ദിർഹം രജിസ്ട്രേഷൻ ഫീസും നൽകി ലേലത്തിൽ പങ്കെടുക്കാനായിരുന്നു അവസരം. മീഡിയ 1, ദുബായ്. വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ യാത്രക്കാർ ശരിയായ ഫോൺ നമ്പറും ഇമെയിൽ വിലാസവും നൽകണമെന്ന് കുവൈത്ത് സിവിൽ ഏവിയേഷൻ മുന്നറിയിപ്പ് നൽകി. ട്രാവൽ ഏജൻസികൾ വഴിയോ എയർലൈനുകളിൽ നേരിട്ടോ ബുക്കിംഗ് നടത്തിയാലും യാത്രക്കാരുടെ വ്യക്തിഗത കോൺടാക്ട് വിവരങ്ങൾ തന്നെ രേഖപ്പെടുത്തണം. യാത്രക്കാരുടെ വിവരങ്ങൾക്ക് പകരം ഏജൻസികളുടെയോ എയർലൈനുകളുടെയോ കോൺടാക്ട് വിവരങ്ങൾ ചേർക്കാൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എല്ലാ എയർലൈനുകളും ട്രാവൽ ഏജൻസികളും ഇത് കർശനമായി പാലിക്കണം. കുവൈത്തിൽ മലയാളി പ്രവാസി വാഹനാപകടത്തിൽ മരിച്ചു. ആലപ്പുഴ സ്വദേശി ശാരദാദേവിയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് ഫ്യുനൈറ്റീസ് മേഖലയിലായിരുന്നു അപകടം. കുവൈത്തിലെ സാമൂഹിക സംഘടനാ രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു ശാരദാദേവി. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ പ്രയാണം കുവൈത്തിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു. പുതുവത്സര ദിനത്തിൽ ദുബായിൽ പാർക്കിംഗ് സൗജന്യമാക്കി ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി. പൊതുഗതാഗത സമയക്രമം പുതുക്കിയിട്ടുണ്ട്. കസ്റ്റമർ ഹാപ്പിനെസ് സെന്റർ, വെഹിക്കിൾ ടെസ്റ്റിംഗ് സെന്ററുകൾ എന്നിവയുടെ പ്രവർത്തന സമയത്തിലും മാറ്റമുണ്ട്.
പുതുവത്സര ദിനത്തിലാണ് പാർക്കിംഗ് സൗജന്യമാക്കിയത്. ബഹുനില പാർക്കിംഗ് കെട്ടിടങ്ങൾ, അൽക്കൈൽ ഗേറ്റ്, N365 എന്നിവയ്ക്ക് ഇത് ബാധകമല്ല. ഇവിടങ്ങളിൽ ഫീസ് അടച്ച് പാർക്കിംഗ് തുടരാം. മറ്റ് സ്ഥലങ്ങളിൽ ജനുവരി 2 മുതൽ പാർക്കിംഗ് ഫീസ് ഈടാക്കും. അതേസമയം പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ജനുവരി 1 പൊതുഗതാഗത സർവീസ് സമയം RTA പുനഃക്രമീകരിച്ചിട്ടുണ്ട്. കസ്റ്റമർ ഹാപ്പിനെസ് സെന്റർ, പെയ്ഡ് പാർക്കിംഗ് സൗകര്യങ്ങൾ, പബ്ലിക് ബസ്, ദുബായ് മെട്രോ, ദുബായ് ട്രാം, ജലഗതാഗത സേവനങ്ങൾ, വെഹിക്കിൾ ടെസ്റ്റിംഗ് സെന്ററുകൾ എന്നിവയുടെ പ്രവർത്തന സമയത്തിലാണ് മാറ്റം. പുതുവത്സര ദിനത്തിൽ RTAയുടെ കസ്റ്റമർ സെന്ററുകൾക്ക് അവധിയായിരിക്കും. എന്നാൽ അൽബർഷ, അൽതവാർ, അൽ കിഫാഫ്, RTA ആസ്ഥാനം എന്നിവ 24 മണിക്കൂറും പ്രവർത്തിക്കും. RTAയുടെ വാഹന ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾക്കും ജനുവരി 1 അവധിയായിരിക്കും. ദുബായ് മെട്രോ ഡിസംബർ 31 രാവിലെ 5 മുതൽ ജനുവരി 1 രാത്രി 12 വരെ തുടർച്ചയായി സേവനം നടത്തും. മീഡിയ 1 ദുബായ്. ഒമാനിൽ എക്സൈസ് നികുതിക്ക് വിധേയമായ ഉൽപ്പന്നങ്ങളിൽ പതിക്കുന്ന ഡിജിറ്റൽ സ്റ്റാമ്പിന്റെ സാധുത ഉപഭോക്താക്കൾക്കും പരിശോധിക്കാം. തഹക്കാദ് ആപ്പ് ഉപയോഗിച്ച് ഡിജിറ്റൽ സ്റ്റാമ്പ് സ്കാൻ ചെയ്താണ് ഉൽപ്പന്നങ്ങളുടെ ആധികാരികത പരിശോധിക്കാനാവുക. പുകയില ഉൽപ്പന്നങ്ങൾ, എനർജി ഡ്രിങ്കുകൾ തുടങ്ങിയ എക്സൈസ് ഉൽപ്പന്നങ്ങളിലാണ് QR കോഡ് ഉൾക്കൊള്ളുന്ന ഡിജിറ്റൽ സ്റ്റാമ്പ് പതിക്കുന്നത്. ഈ ഉൽപ്പന്നങ്ങൾക്ക് എക്സൈസ് നികുതി കൃത്യമായി അടച്ചിട്ടുണ്ടെന്നും നിയമപരമായ മാർഗങ്ങളിലൂടെ അവ വിപണിയിൽ പ്രവേശിച്ചിട്ടുണ്ടെന്നും ഉറപ്പാക്കുന്നതിനാണ് ഈ നടപടി. എക്സൈസ് സാധനങ്ങളുടെ കള്ളക്കടത്ത് തടയുന്നതിനും വ്യാജവും മായം ചേർത്തതുമായ ഉൽപ്പന്നങ്ങളുടെ പ്രചരണം ഇല്ലാതാക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. തക്കാദ് ആപ്പ് ഉപയോഗിച്ച് ഡിജിറ്റൽ സ്റ്റാമ്പ് സ്കാൻ ചെയ്താണ് ഉൽപ്പന്നങ്ങളുടെ ആധികാരികത ഉപഭോക്താക്കൾക്ക് പരിശോധിക്കാനാവുക. ഉൽപ്പന്നം ശരിയായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നും എക്സൈസ് നികുതി ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നും തൽക്ഷണം പരിശോധിക്കാൻ ഇതിലൂടെ സാധിക്കും. എക്സൈസ് ഉൽപ്പന്നങ്ങളിൽ അംഗീകൃത ഡിജിറ്റൽ സ്റ്റാമ്പ് പതിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ അതോറിറ്റി പൊതുജനങ്ങളോടും വ്യാപാരികളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പരിശോധന പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുമെന്നും നിയന്ത്രണ പാലനത്തെ പിന്തുണയ്ക്കുമെന്നും നികുതി അതോറിറ്റി പറയുന്നുണ്ട്. ജനുവരി 1 മുതൽ DTS പതിപ്പിക്കാത്ത എനർജി ഡ്രിങ്കുകളും മറ്റ് എക്സൈസ് ഉൽപ്പന്നങ്ങളും ഒമാനിൽ വിൽക്കാനോ വിപണിയിൽ വിതരണം ചെയ്യാനോ പാടില്ല. മീഡിയ 1 മസ്കത്ത്. കുവൈത്തിലെ സർക്കാർ ഏകീകൃത ആപ്പായ സഹേൽ വഴി അപ്പാർട്ട്മെന്റുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വാടകക്കാരെ നീക്കം ചെയ്യാൻ ഇനി സൗകര്യം. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ സഹേൽ ആപ്ലിക്കേഷനിൽ പുതിയ റെസിഡന്റ് റിമൂവൽ സേവനം ആരംഭിച്ചതായി അറിയിച്ചു. സ്വകാര്യ സ്വത്ത് ഉടമകൾക്കായി മാത്രമാണ് ഈ സേവനം ലഭ്യമാക്കിയിരിക്കുന്നത്. ഡിജിറ്റൽ റേഡിയേഷൻ ലൈസൻസിംഗ് സേവനം ഓൺലൈനിൽ ആരംഭിച്ച് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം. പൊതുജനാരോഗ്യ മേഖലയിലെ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ വകുപ്പ് വഴിയാണ് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവദി ഓൺലൈൻ സംവിധാനം ഉദ്ഘാടനം ചെയ്തത്. ഇതോടെ റേഡിയോളജി ലൈസൻസുകൾക്ക് ഇലക്ട്രോണിക്കായി അപേക്ഷിക്കാനും പുതുക്കാനും ആരോഗ്യ പ്രവർത്തകർക്ക് സാധിക്കും. നേരിട്ടുള്ള സന്ദർശനങ്ങളുടെ ആവശ്യകത ഒഴിവാക്കി അപേക്ഷാ പ്രക്രിയ വേഗത്തിലാക്കുകയാണ് ലക്ഷ്യം. അതേസമയം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ സംവിധാനത്തിന്റെ ആദ്യഘട്ടവും ആരംഭിച്ചതായി മന്ത്രാലയം അറിയിച്ചു. ഒമാനിലേക്ക് നുഴഞ്ഞുകയറ്റക്കാരെ വാഹനത്തിൽ കടത്താൻ ശ്രമിച്ച സ്വദേശി പൗരൻ പിടിയിൽ. 12 ആഫ്രിക്കൻ പൗരന്മാരെയും അവർക്ക് പ്രവേശനം സൗകര്യമൊരുക്കിയ പൗരനെയുമാണ് റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തത്. നോർത്ത് ഷർക്കിയ ഗവർണറേറ്റിലെ പോലീസ് കമാൻഡ്, അൽ വുസ്ത ഗവർണറേറ്റിലെ പോലീസ് കമാൻഡുമായി സഹകരിച്ച് നടത്തിയ സംയുക്ത ഓപ്പറേഷനിലൂടെയാണ് അറസ്റ്റ്. 12 പേരും സാധുവായ രേഖകളില്ലാതെയാണ് രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ചതെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. മലപ്പുറം പാണ്ടിക്കാട് 5-അംഗ സംഘം വീട്ടിൽ കയറി ആക്രമണം നടത്തി. പാണ്ടിക്കാട് കുറ്റിപ്പുള്ളി സ്വദേശി അബ്ദുവിന്റെ വീട്ടിലാണ് അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയത്. കവർച്ചാശ്രമമാണെന്നാണ് പ്രാഥമിക നിഗമനം. 11 വയസ്സുകാരി ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. അക്രമി സംഘത്തിൽ പിടിയിലായ ബേപ്പൂർ സ്വദേശി അനീസിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. യൂനുസിന്റെ വിവരങ്ങൾ നൽകാനായി. യൂനുസ്, എന്താണ് സംഭവിച്ചത്? ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്? അനീഷ, ഇന്ന് വൈകിട്ടാണ് മലപ്പുറം പാണ്ടിക്കാട് വീട്ടിൽ അതിക്രമിച്ചു കയറി 5-അംഗ സംഘം ആക്രമണം നടത്തിയത്. പാണ്ടിക്കാട് കുറ്റിപ്പുളിയിലാണ് സംഭവം. ഈ പാണ്ടിക്കാട് കുറ്റിപ്പുളി സ്വദേശിയായ ചക്കാലക്കുത്ത് അബ്ദുവിന്റെ വീട്ടിലാണ് ഈ 5-അംഗ സംഘം കവർച്ചക്കായി എത്തി ആക്രമണം നടത്തിയത്. ഈ 11 വയസ്സുകാർ ഉൾപ്പെടെ 4 പേർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഈ അക്രമി സംഘത്തിലെ ഒരാൾ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ഈ ശബ്ദം കേട്ട് നാട്ടുകാർ ഈ വീട്ടിലേക്ക് ഓടി എത്തുകയായിരുന്നു. തുടർന്ന് മറ്റ് 4 പേർ ഓടി രക്ഷപ്പെട്ടു. ഒരാളെ ഈ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ബേപ്പൂർ സ്വദേശിയായ അനീസാണ് പിടിയിലായത്. ഇയാളിപ്പോൾ പോലീസ്
ചോദ്യം ചെയ്തു വരികയാണ്. ഈ 4 പേർക്ക്, പ്രത്യേകിച്ച് 11 വയസ്സുകാരി ഉൾപ്പെടെ 4 പേർക്ക്, അബ്ദുവിന്റെ കുടുംബത്തിൽ 4 പേർക്ക് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവർ പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. പ്രധാനമായി പോലീസ് വൃത്തങ്ങൾ പറയുന്നത് ഒരു കവർച്ചാ ശ്രമമാണ് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അത് മറ്റ് ഈ അനീസിനെ ചോദ്യം ചെയ്തു വരികയാണ്. ഇതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പോലീസ് പറയുന്നത്. പ്രാഥമികമായി ലഭിക്കുന്ന കാര്യം ഇതൊരു കവർച്ചാ ശ്രമമാണ് എന്നതാണ്. മറ്റ് 4 പേരെ ഉടൻ പിടികൂടാനാകും എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അനീഷ, ശരി, യൂനുസാണ് വിവരങ്ങൾ നൽകിയത്. UAE കോളേജ് അലുമിനികളുടെ കൂട്ടായ്മയായ അക്കാഫ് ഇവന്റ് സംഘടിപ്പിക്കുന്ന പ്രീമിയർ ലീഗ് 5ാം സീസണിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ടീം ഗ്രൂപ്പിംഗും ജേഴ്സി സെലക്ഷനും ദുബൈയിൽ നടന്നു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്താണ് ബ്രാൻഡ് അംബാസിഡർ. ജനുവരി 11 മുതൽ ഫെബ്രുവരി 15 വരെ ഷാർജ വിഷൻ ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് അക്കാഫ് പ്രീമിയർ ലീഗ് അരങ്ങേറുന്നത്. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ ഗ്രൂപ്പിംഗും ജേഴ്സി കളർ സെലക്ഷനും ദുബൈ നൊവോട്ടലിൽ നടന്നു. ആദ്യം രജിസ്റ്റർ ചെയ്ത 32 പുരുഷ ടീമുകളും 6 വനിതാ ടീമുകളുമാണ് മാറ്റുരയ്ക്കുന്നത്. ഷാർജ ക്രിക്കറ്റ് കൗൺസിലിന്റെ അടക്കം പിന്തുണയോടെ നടക്കുന്ന കായിക മാമാങ്കത്തിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ അതിഥികളായെത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. 4 സീസണും വളരെ ഗംഭീരമായിട്ട് ഞങ്ങൾക്ക് നടത്താനായിട്ട് സാധിച്ചു. ഈ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 സീസണിലും ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ ശ്രീശാന്ത് തന്നെയായിരുന്നു. ഈ വർഷവും ശ്രീശാന്ത് തന്നെയാണ് ബ്രാൻഡ് അംബാസഡർ. 32 ടീം മലയാളികൾ മാത്രം പങ്കെടുക്കുന്ന 1,600 മലയാളി പ്ലെയേഴ്സ് പങ്കെടുക്കുന്ന കോളേജ് അടിസ്ഥാനത്തിൽ പങ്കെടുക്കുന്ന ഒരു ടൂർണമെന്റാണ്. APL സീസൺ 5 കേരളത്തിൻ്റെ പുറത്ത് നടക്കുന്ന ഏറ്റവും വലിയ ഒരു ക്രിക്കറ്റ് ടൂർണമെൻ്റാണ്. അത് എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും വളരെ ഗംഭീരമാക്കി മാറ്റുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ജനറൽ സെക്രട്ടറി VS ബിജുകുമാർ, സ്ട്രാറ്റജിക് അഡ്വൈസർ ബിന്ദു ആന്റണി, എക്സ്കോം കോർഡിനേറ്റർ ബിന്ധ്യ ശ്രീനിവാസ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബൈ. കുവൈത്തിൽ ഇന്ത്യൻ ചലച്ചിത്രമേള 2025 സംഘടിപ്പിച്ചു. കുവൈത്ത് ആർട്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ ഇന്ത്യൻ എംബസിയാണ് മേള സംഘടിപ്പിച്ചത്. ഇന്ത്യൻ അംബാസിഡർ പരമിത ത്രിപാഠി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള സാംസ്കാരിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സിനിമാ ലോകം പരിചയപ്പെടുത്തുകയുമാണ് 2 ദിവസത്തെ മേളയുടെ ലക്ഷ്യം. ഉദ്ഘാടന ചടങ്ങിൽ കുവൈത്തിലെ പ്രമുഖർ, കലാകാരന്മാർ, നയതന്ത്ര സമൂഹത്തിലെ അംഗങ്ങൾ, മാധ്യമ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള ഊഷ്മളമായ ജനബന്ധങ്ങളെയാണ് ഈ മേള ആഘോഷിക്കുന്നതെന്ന് ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞു. കുവൈറ്റ് സിറ്റിയിലെ മുബാറക്കിയ മത്സ്യ മാർക്കറ്റ് നിലവിലെ സ്ഥലത്തിൽ നിന്ന് മാറ്റി സ്ഥാപിക്കുമെന്ന് മുനിസിപ്പൽ കാര്യ സഹമന്ത്രി അബ്ദുൽ ലത്തീഫ് അൽ മഷാരി അറിയിച്ചു. ദീർഘകാലമായി നിലനിൽക്കുന്ന ദുർഗന്ധം, പരിസ്ഥിതി പ്രശ്നങ്ങൾ, സന്ദർശകരുടെ ഗതാഗത തടസ്സങ്ങൾ എന്നിവ പരിഹരിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമാണിതെന്ന് മന്ത്രി വ്യക്തമാക്കി. നാഷണൽ ഇൻഡസ്ട്രീസ് പ്രൈഡ് ഫെസ്റ്റിവൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒമാനിലെ തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ റുസ്താക്കിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി ഉൾപ്പെടെ 4 പേർ മരിച്ചു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. മലപ്പുറം ചേളാരി സ്വദേശി അഫ്സലാണ് മരിച്ചത്. മരിച്ച മറ്റ് 3 പേർ ഒമാൻ സ്വദേശികളാണ്. ഞായറാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. റുസ്താക്കിൽ നിന്ന് ഹിബ്രിയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ഒമാനി കുടുംബം സഞ്ചരിച്ച വാഹനവുമായി അഫ്സൽ സഞ്ചരിച്ച കാർ കൂട്ടിയിടിക്കുകയായിരുന്നു. ഒമാനിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ സംബന്ധിച്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് തൊഴിൽ മന്ത്രാലയം. പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകളുടെയും പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള ലൈസൻസുകളുടെയും വ്യാജരേഖയാണ് ഉണ്ടാക്കുന്നത്. ഇത്തരം പ്രവൃത്തികൾ നിയമലംഘനമാണെന്നും കനത്ത ശിക്ഷ ലഭിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകളും പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസുകളും യോഗ്യതയുള്ള അധികാരികളിൽ നിന്നും സ്വീകരിക്കണം. അതായത് സെക്ടറൽ സ്കിൽസ് യൂണിറ്റുകളിൽ നിന്നും മാത്രമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് പറയുകയാണ് മന്ത്രാലയം. ഇഷ്യൂ ചെയ്യുമ്പോൾ അവയുടെ ആധികാരികത പരിശോധിക്കണം. അനധികൃതമായി ഉണ്ടാക്കുന്ന രേഖകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും സ്വീകരിക്കുന്നതിൽ നിന്നും കർശനമായി വിട്ടുനിൽക്കാൻ എല്ലാ ജീവനക്കാരോടും കമ്പനികളോടും മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും പ്രൊഫഷണൽ പരിശീലിക്കുന്നതിനുള്ള ലൈസൻസും പ്രധാനമാണ്. തൊഴിൽ പരിശീലിക്കാനുള്ള വ്യക്തിയുടെ സന്നദ്ധതയും യോഗ്യതയും പരിശോധിക്കുന്ന രേഖയാണിത്. ഒപ്പം പ്രൊഫഷണൽ കഴിവും പ്രകടനത്തിന്റെ ഗുണനിലവാരവും ഉറപ്പാക്കാനും ഇത് സഹായിക്കുന്നു. തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുക, പ്രൊഫഷണൽ മാനദണ്ഡങ്ങൾ വർദ്ധിപ്പിക്കുക, നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ നിന്ന് തൊഴിലുടമകളെയും ഗുണഭോക്താക്കളെയും സംരക്ഷിക്കുക തുടങ്ങിയവയ്ക്കും ഇത് സഹായിക്കുന്നുണ്ട്. വ്യാജരേഖ നിർമ്മിച്ചാൽ നിയമം അനുശാസിക്കുന്ന പിഴകളും മറ്റു നടപടിക്രമങ്ങളും നേരിടേണ്ടി വരുമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. മീഡിയ 1 മസ്കത്ത്.
സൗദിയിലെത്തുന്ന വിദേശ ചരക്ക് ട്രക്കുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷാ നിയമം പ്രാബല്യത്തിലായി. കുറഞ്ഞത് 10 ദിവസത്തേക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരിക്കണം. സൗദി തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നതിന് നിബന്ധന പാലിച്ചിരിക്കണം. രാജ്യത്തേക്കെത്തുന്ന വിദേശ ചരക്ക് ട്രക്കുകൾക്ക് സൗദിയിൽ പ്രവേശിക്കുന്നതിന് പ്രത്യേക ഇൻഷുറൻസ് ബാധകമാക്കിയുള്ള നിയമം പ്രാബല്യത്തിലായി. ട്രക്കുകൾക്ക് കുറഞ്ഞത് 10 ദിവസത്തേക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരിക്കണം. നജം ഇൻഷുറൻസ് സർവീസസ് കമ്പനിയുടെ പ്ലാറ്റ്ഫോമായ മനാഫിദ് വഴിയാണ് ഇലക്ട്രോണിക് ഇൻഷുറൻസ് നേടാനാകുക. സക്കാത്ത്, നികുതി, കസ്റ്റംസ് അതോറിറ്റിയുടേതാണ് നിർദ്ദേശം. സാധുവായ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത വിദേശ ട്രക്കുകൾക്ക് രാജ്യത്തെ തുറമുഖങ്ങളിലേക്ക് പ്രവേശിക്കാൻ ആകില്ല. ഇക്കാര്യം കർശനമായി പാലിക്കാൻ കസ്റ്റംസ് ബ്രോക്കർമാരോടും കാരിയറുകളോടും അതോറിറ്റി ആവശ്യപ്പെട്ടു. രാജ്യത്തേക്ക് വിദേശ ട്രക്കുകളുടെ പ്രവേശനവും പ്രവർത്തനവും നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് നിബന്ധന. നൌഷാദ് റിക്കോർ, മീഡിയ 1, ദമാം. ദമാം ഗ്ലോബൽ സിറ്റി പ്രവർത്തനം ആരംഭിച്ചു. നിർമ്മാണം പൂർത്തിയാക്കിയ ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം പ്രവിശ്യ ഗവർണർ നിർവഹിച്ചു. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളുടെ പവലിയനുകൾ, റെസ്റ്റോറന്റുകൾ, ഓപ്പൺ തിയേറ്ററുകൾ, ഗെയിമിംഗ് സെഷനുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ആദ്യഘട്ടം. പ്രതിദിനം 1,00,000-ലേറെ സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കും. വിനോദവും ടൂറിസവും ലക്ഷ്യമിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയ ദമാമിലെ ഏറ്റവും വലിയ വിനോദ നഗരം പ്രവർത്തനം ആരംഭിച്ചു. പ്രവിശ്യ ഗവർണർ സൗദ് ബിൻ നായിഫ് രാജകുമാരൻ സിറ്റിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. സിറ്റിയുടെ 1ാം ഘട്ടമാണ് നിർമ്മാണം പൂർത്തിയാക്കി രാജ്യത്തിന് സമർപ്പിച്ചത്. 6 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള പദ്ധതിയുടെ 2.5 ലക്ഷം ചതുരശ്ര മീറ്റർ പ്രവൃത്തികളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചത്. വിനോദത്തിനും നിക്ഷേപത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകിയാണ് സംരംഭം ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നുമുള്ള സന്ദർശകരെയും നിക്ഷേപകരെയും ലക്ഷ്യമിട്ടാണ് പദ്ധതി. ഗൾഫ് രാജ്യങ്ങൾ, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന വിഭവങ്ങൾ, കലകൾ, ഉൽപ്പന്നങ്ങൾ എന്നിവ ഇവിടെ നേരിട്ട് അനുഭവിക്കാനാകും. പദ്ധതി പ്രദേശത്തിന്റെ സാമ്പത്തിക വികസനത്തിന് വലിയ മുതൽക്കൂട്ടായി മാറുമെന്നും പ്രവിശ്യ മുനിസിപ്പാലിറ്റി കണക്കുകൂട്ടുന്നു. $600 ദശലക്ഷം മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 200 ദശലക്ഷം റിയാലിന്റെ നിർമ്മാണ പ്രവൃത്തികളാണ് പൂർത്തിയാക്കിയത്. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളുടെ പവലിയനുകൾ, 10,000 പേർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഓപ്പൺ തിയേറ്റർ, തടാകത്തിൽ ഒഴുകുന്ന റെസ്റ്റോറന്റ്, ഇലക്ട്രോണിക്, വാട്ടർ ഗെയിമുകൾ എന്നിവ ആദ്യഘട്ട പദ്ധതിയുടെ ഭാഗമാണ്. നിരവധി തൊഴിലവസരങ്ങളും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. പ്രതിദിനം 1,00,000 സന്ദർശകർക്കാണ് തുടക്കത്തിൽ പ്രവേശനം അനുവദിക്കുക. GCCയിലെ മുൻനിര ടൂറിസം മേഖലയായി പ്രവിശ്യയെ മാറ്റുന്നതിന്റെ ഭാഗമായി കൂടിയാണ് നഗരം ഒരുക്കിയിരിക്കുന്നത്. നൌഷാദ് റിക്കോർ, മീഡിയ 1, ദമാം. സൗദിയിലെ റിയാദിൽ പെർഫ്യൂമുകളുടെ പ്രദർശനമായ ബ്ലൂ ഊദ് ഫെസ്റ്റിന് തുടക്കമായി. വിവിധ രാജ്യങ്ങളിലെ പലതരം സുഗന്ധ വസ്തുക്കളാണ് പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി ഒരുക്കിയിട്ടുള്ളത്. മലയാളികളടക്കം നിരവധി പേരാണ് സുഗന്ധം ആസ്വദിക്കാനും സ്വന്തമാക്കാനുമായി ഇവിടെ എത്തുന്നത്. റിയാദിൽ നിന്ന് മിഷാൽ ചെറുപ്പുഴശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട്. റിയാദിൽ നടക്കുന്ന സുഗന്ധങ്ങളുടെ പ്രദർശനത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. റിയാദ് എക്സ്പോ സെന്ററാണ് വേദി. സൗദി ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളുടെ പെർഫ്യൂമുകളുടെ വിപുലമായ കളക്ഷനാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ സുഗന്ധം ആസ്വദിക്കാനും സ്വന്തമാക്കാനുമായി നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. ബ്ലൂ ഊദ് ആൻഡ് പെർഫ്യൂംസ് ഇന്റർനാഷണൽ എക്സിബിഷൻ എന്ന പേരിലാണ് റിയാദിൽ പ്രദർശനം. ഊദ്, കസ്തൂരി, അംബർ, ബുഖൂർ, സുഗന്ധ എണ്ണകൾ, മസ്ക്, അത്തർ, അറബിക്, വെസ്റ്റേൺ പെർഫ്യൂമുകൾ തുടങ്ങിയവയുടെ അപൂർവ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. സൗദി അടക്കമുള്ള അറബ് രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെയും സുഗന്ധം ഇവിടെ ആസ്വദിക്കാം. പെർഫ്യൂമുകളോടൊപ്പം ബന്ധപ്പെട്ട ഉപകരണങ്ങളും ഇവിടെ സുലഭമാണ്. എൻ്റെ പേര് ഫയാസ് എന്നാണ്. നിരവധി എക്സിബിഷൻസ് ഇവിടെ നടക്കാറുണ്ട്. പെർഫ്യൂമിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ പലപ്പോഴും പങ്കെടുക്കാറുണ്ട്.
ഇത്തവണ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഒരുപാട് നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത എന്നാൽ ഓൺലൈനിൽ മാത്രം കേട്ടിട്ടുള്ള കുറേ ബ്രാൻഡ്സിൻ്റെ അവൈലബിലിറ്റി ഇവിടെ നമുക്ക് ഒരു പ്രത്യേകതയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. റിയാദ് എക്സ്പോ സെന്ററാണ് വേദി. പെർഫ്യൂമുകൾ നിർമ്മിക്കുന്ന ലൈവ് ഡെമോകൾ, പ്രത്യേക കൾച്ചറൽ ഷോകൾ തുടങ്ങിയവയും ഫെസ്റ്റിന്റെ ഭാഗമാണ്. This one, it's perfume for on Oman, okay? The perfume Oman, it's like the Luban. If you can see this one, it's Luban. The Luban put it on the perfume, okay? Still a lot for the Luban, still a lot, okay? And have a lot different for the perfume. എക്സ്ക്ലൂസീവ് ആൻഡ് ലിമിറ്റഡ് എഡിഷൻ പെർഫ്യൂമുകളുടെ പ്രദർശനം, പുതിയ പെർഫ്യൂമുകളുടെ ലോഞ്ചിങ് എന്നിവയും ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള പല രീതിയിലുള്ള പെർഫ്യൂംസ് നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ പല പെർഫ്യൂംസുകളും നമ്മൾ സ്മെല്ല് ചെയ്ത് നോക്കി. നമ്മൾ ഇതുവരെ കാണാത്തതും അറിയാത്തതുമായ പലതരം പെർഫ്യൂംസുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. സുഗന്ധങ്ങൾക്ക് പുറമെ വിവിധ രാജ്യങ്ങളുടെ രുചികളും ഇവിടെ നുണയാം. വിവിധതരം തേനുകൾ, കാപ്പി, പലഹാരങ്ങൾ തുടങ്ങിയവയും ഇവിടെ ലഭ്യമാണ്. പ്രത്യേക പാത്രത്തിൽ പാചകം ചെയ്യുന്ന ഒമാനി ഹൽവക്കാണ് ഇഷ്ടക്കാർ ഏറെയുള്ളത്. Welcome into Hamsat offer. We have very nice offer. Today, this is perfume. Example, all day price. This 320 riyal, but here only 160 riyal. കമ്പനികൾ ഒരുക്കുന്ന ഓഫറുകളിലൂടെ ഇവിടെ നിന്നും സുഗന്ധം കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം. റിയാദ് എക്സ്പോ മെട്രോ സ്റ്റേഷന് സമീപമാണ് ഫെസ്റ്റ് പുരോഗമിക്കുന്നത്. മലയാളികളടക്കം നിരവധി ആളുകൾ എത്തുന്ന എക്സ്പോ അടുത്ത മാസം വരെ തുടരും. മലയാളികളടക്കം നിരവധി പേരാണ് ഈ പ്രദർശനത്തിന് എത്തുന്നത്. അടുത്ത മാസം 3 വരെയായിരിക്കും എക്സ്പോ തുടരുക. റിയാദിൽ നിന്നും വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1. പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി മെഗാ മിഡ് നൈറ്റ് ഓഫർ ഒരുക്കാനൊരുങ്ങി സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ. ഈ മാസം 31 വൈകിട്ട് 7 മുതൽ പുലർച്ചെ 2 മണി വരെ ആയിരിക്കും ഓഫർ. പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി 7 മണിക്കൂർ നീളുന്ന മെഗാ മിഡ് നൈറ്റ് ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ. സൗദിയിലുടനീളമുള്ള മുഴുവൻ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും ഡിസംബർ 31 രാത്രി 7 മണി മുതൽ പുലർച്ചെ 2 മണി വരെയാണ് ഷോപ്പിംഗ് ഡീലുകൾ. പുതുവർഷത്തലേന്ന് രാത്രി ലുലുവിലെത്തുന്ന ഉപഭോക്താക്കൾക്ക് മിഡ് നൈറ്റ് ഓഫറുകൾ സ്വന്തമാക്കാം. ഗ്രോസറി, ഫ്രഷ് ഫുഡ്, ഫാഷൻ, ഇലക്ട്രോണിക്സ്, TV, മൊബൈൽ തുടങ്ങി മുഴുവൻ കാറ്റഗറികളിലും ഉൽപ്പന്നങ്ങൾക്ക് ഓഫർ ലഭ്യമാകും. സർപ്രൈസ് ഡീലുകളും മിഡ് നൈറ്റ് ഓഫറിന്റെ ഭാഗമായി ഒരുക്കും. മീഡിയ 1, റിയാദ്. സൗദിയിലെ റിയാദിൽ റോഡ് വികസന പദ്ധതിയുടെ 3ാം ഘട്ടത്തിന് തുടക്കമായി. 800 കോടി റിയാലായിരിക്കും പദ്ധതിക്കായി ചെലവിടുക. 5 പ്രധാന റോഡുകളുടെ വികസനവും ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലും 3ാം ഘട്ടത്തിൽ ഉൾപ്പെടും. റിയാദ് നഗരത്തിലെ റിംഗ് റോഡുകളും പ്രധാന റോഡുകളും വികസിപ്പിക്കുന്ന പദ്ധതിയുടെ 3ാം ഘട്ടത്തിനാണ് തുടക്കമായത്. റിയാദ് റോയൽ കമ്മീഷന്റെ നേതൃത്വത്തിലാണ് പദ്ധതി. 800 കോടി റിയാലായിരിക്കും പദ്ധതിക്കായി ചെലവിടുക. 4 വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ജിദ്ദ റോഡ്, ത്വായിഫ് റോഡ്, തുമാമ റോഡ്, കിങ് അബ്ദുൽ അസീസ് റോഡ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റോഡ് തുടങ്ങിയവയായിരിക്കും വികസന പദ്ധതിയുടെ ഭാഗമാവുക. ഇതോടൊപ്പം ഗതാഗത കുരുക്ക് നേരിടുന്ന 8 പ്രദേശങ്ങളിലെ എഞ്ചിനീയറിംഗ് മാറ്റങ്ങളും പദ്ധതിയിൽ നടപ്പാക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ഗതാഗതം തടസ്സപ്പെടാതിരിക്കാൻ കൃത്യമായ ബദൽ സംവിധാനങ്ങൾ ഒരുക്കിയതായും അധികൃതർ അറിയിച്ചു. പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കിയത് 2024 ഓഗസ്റ്റിലായിരുന്നു. 2025 ഫെബ്രുവരിയിലായിരുന്നു 2ാം ഘട്ടം. ഗതാഗത സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുക, നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുക, ഗതാഗത ലോജിസ്റ്റിക്സ് കേന്ദ്രമാക്കി റിയാദിനെ ഉയർത്തുക തുടങ്ങിയവയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ലുലു ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ പ്രോജക്ട് ഡയറക്ടറായിരുന്ന ചങ്ങനാശ്ശേരി സ്വദേശി രാജ അബ്ദുൽ ഖാദർ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. 35 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച് അടുത്തിടെയാണ് നാട്ടിലേക്ക് മടങ്ങിയത്. മുൻ ഇന്ത്യൻ എയർഫോഴ്സ് ജീവനക്കാരനായിരുന്നു. മീഡിയ 1 ഡെസ്റ്റിനേഷൻസ് ഒരുക്കുന്ന സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ യാത്ര 2026 ഏപ്രിൽ ആദ്യവാരം നടക്കും. പ്രാചീന സ്പെയിനിലെ അൽ ആന്തലസ്, കൊർഡോബ എന്നിവിടങ്ങൾക്ക് പുറമെ മാഡ്രിഡ്, സെവിൽ, പോർച്ചുഗലിലെ ലിസ്ബാൻ, മൊറോക്കോയിലെ
കാസാബ്ലാങ്ക, മറാക്കിഷ്, ടാൻജീർ തുടങ്ങി ചരിത്രഭൂമികളിലൂടെയുള്ള സഞ്ചാരം കൂടിയാണിത്. മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദ് നയിക്കുന്ന യാത്രയിൽ ചരിത്രകാരന്മാരും സഞ്ചാരികളും ഭാഗമാകും. യാത്രയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 7591900633 എന്ന നമ്പറിൽ വിളിച്ചോ destinations.mediaoneonline.com സന്ദർശിച്ചോ സീറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ഖത്തറിൽ ഓൺലൈൻ വ്യാപാരത്തിന് തുടക്കം കുറിച്ച GCCA പ്രമുഖ ലഗേജ് ആൻഡ് ട്രാവൽ ആക്സസറീസ് ബ്രാൻഡായ പാരാജോൺ ഉപഭോക്താക്കൾക്ക് ലളിതവും അതിവേഗത്തിലുമുള്ള സേവനങ്ങൾ ഉറപ്പാക്കുകയാണ് ഗ്രൂപ്പിന്റെ ലക്ഷ്യം. അൽബിദ പാർക്കിൽ നടന്ന ചടങ്ങിൽ മീഡിയ വൺ ദോഹ റണ്ണിലെ വിജയികൾ പാരാജോൺ ഡിജിറ്റൽ സേവനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കമ്പനി പ്രതിനിധികളും സാമൂഹിക മേഖലയിലെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഉപഭോക്താക്കൾക്ക് മികച്ച സേവനങ്ങൾ ഏറ്റവും വേഗത്തിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതിയെന്ന് സംരംഭകർ പറഞ്ഞു. ദോഹയിലെ പാരാജോണ് ഞങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം 16 വർഷമായി. ഇന്ന് ഞങ്ങൾ മീഡിയ വണ്ണിൻ്റെ ദോഹ റൺ എന്നുള്ള ഈ പരിപാടിയിൽ വെച്ച് ഞങ്ങളുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ ഞങ്ങളുടെ സാധനങ്ങൾ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് വിമാനത്താവളങ്ങളിൽ ലഗേജ് അസിസ്റ്റൻസ് സർവീസ് നടത്തുന്ന ഏക ബ്രാൻഡാണ് തങ്ങളുടേതെന്ന് പാരാജോൺ പ്രതിനിധികൾ പറഞ്ഞു. നമ്മൾ ട്രാവൽ അസിസ്റ്റൻസ്, എയർപോർട്ടുകളിലുള്ള ട്രാവൽ അസിസ്റ്റൻസ് നമ്മൾ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. ലൈക്ക് കേരളത്തിലുള്ള കണ്ണൂർ ഒഴിച്ചിട്ടുള്ള എല്ലാ എയർപോർട്ടും, കൊച്ചി, ട്രിവാൻഡ്രം, കോഴിക്കോട്, ഈ 3 എയർപോർട്ടുകളിൽ നമ്മുടെ ലഗേജുമായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ലഗേജ് കൺവെയർ ബെൽറ്റിൽ നിന്ന് നിങ്ങളുടെ വണ്ടിയിലേക്ക് എത്തിക്കുന്ന ഒരു സർവീസാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, ലക്നൗ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്ക് വൈകാതെ സേവനം വ്യാപിപ്പിക്കുമെന്നും സംരംഭകർ വ്യക്തമാക്കി. മീഡിയ വൺ ദോഹ. ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഖത്തറും ഇറാനും. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ജാസിം അൽത്താനിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും തമ്മിൽ ഫോൺ വഴിയായിരുന്നു ചർച്ച. ഗസ, ഫലസ്തീൻ, ലബനാൻ അടക്കമുള്ള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. ഖത്തറിലെ സീ ലൈനിൽ വിന്റർ ക്യാമ്പിങ്ങിനെത്തുന്നവർക്ക് ഇളവുകൾ പ്രഖ്യാപിച്ച് വാണിജ്യ മന്ത്രാലയം. പ്രദേശത്തെ തെരഞ്ഞെടുത്ത റെസ്റ്റോറന്റുകളിലും കഫേയിലും ഭക്ഷണവില കുറയ്ക്കുന്ന പ്രഖ്യാപനമാണ് മന്ത്രാലയം നടത്തിയത്. ഇവിടങ്ങളിൽ 30% വരെ ഇളവാണ് പ്രഖ്യാപിച്ചത്. ഇളവുകൾ വിന്റർ സീസണിൽ ഉടനീളം ലഭ്യമായിരിക്കും. പദ്ധതിയിൽ ഉൾപ്പെട്ട സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ സ്റ്റിക്കറുകൾ പതിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയും സംഘടനാ ദൗർബല്യവും അമിത ആത്മവിശ്വാസവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് CPM വിലയിരുത്തൽ. ശബരിമല ഉയർത്തി എതിരാളികൾ നടത്തിയ പ്രചാരണത്തെ കൃത്യമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. തിരിച്ചടി മറികടക്കാൻ വിപുലമായ പ്രചാരണത്തിനും CPM നേതൃയോഗത്തിൽ തീരുമാനമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള കാരണമായിട്ടില്ലെന്നായിരുന്നു CPMന്റെ ഇതുവരെയുള്ള നിലപാട്. എന്നാൽ ജില്ലാതല അവലോകന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 3 ദിവസമായി ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിലാണ് നിലപാട് മാറ്റം. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യം സംബന്ധിച്ചിടത്തോളം വ്യാപകമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPMനെതിരായിട്ട് പ്രചാരവേലകൾ നടത്തിയിട്ടുണ്ട്. നിങ്ങളും നടത്തിയിട്ടുണ്ട്, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ അവരാഗ്രഹിച്ചതുപോലെ അതിൽ നേട്ടമുണ്ടാക്കാൻ അവർക്കായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. എന്നാൽ എതിരാളികളുടെ പ്രചാരണത്തെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്നും വിലയിരുത്തൽ. സംഘടനാ ദൗർബല്യം ഇതിന് കാരണമായി എന്നാണ് കണ്ടെത്തൽ. നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ അമിത ആത്മവിശ്വാസവും തിരിച്ചടിക്ക് ആക്കം കൂട്ടി. അതേസമയം ഭരണവിരുദ്ധ വികാരവും വെള്ളാപ്പള്ളി കൂട്ടുകെട്ടും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ലെന്നാണ് വിലയിരുത്തൽ. ഒന്നുകൂടി പറയട്ടെ. ഇല്ല, വിലയിരുത്തലില്ല. LDF നേതൃത്വത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഒരു പരിധിവരെ കാരണമായെന്നും അഭിപ്രായമുയർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെറ്റിദ്ധരുത്തൽ നടപടിയിലേക്ക് കടക്കാനാണ് CPM തീരുമാനം. ആദ്യഘട്ടമായി സംസ്ഥാന വ്യാപകമായി ഗൃഹസന്ദർശന പരിപാടി സംഘടിപ്പിക്കും. ഭരണനേട്ടങ്ങൾ വിശദീകരിക്കുന്നതിനൊപ്പം പാർട്ടിക്കും സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയാണ് ലക്ഷ്യം. വാർഡുകൾ കേന്ദ്രീകരിച്ച് കുടുംബയോഗങ്ങളും ലോക്കൽ അടിസ്ഥാനത്തിൽ പൊതുയോഗങ്ങളും സംഘടിപ്പിക്കും. LDF നേതൃത്വത്തിൽ സംസ്ഥാന ജാഥ നടത്താനും തീരുമാനമെടുത്തിട്ടുണ്ട്. മീഡിയ വൺ, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം N. വിജയകുമാർ അറസ്റ്റിൽ. തട്ടിപ്പിന്റെ ഗൂഢാലോചനയിൽ വിജയകുമാറിനും പങ്കുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. പത്മകുമാറിന് ശേഷം മറ്റൊരു പാർട്ടി അംഗം കൂടി അറസ്റ്റിലായതോടെ CPM കൂടുതൽ പ്രതിരോധത്തിലായി. ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ ഒറ്റയ്ക്കെടുത്ത തീരുമാനമെന്നായിരുന്നു N. വിജയകുമാറിന്റെ മൊഴി.
എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളുകയാണ് അന്വേഷണ സംഘം. വിജയകുമാറിന്റെ അറിവോടെയാണ് സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത്. ഇതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം ചെയ്തു നൽകി. ജീവനക്കാർക്കിടയിലെ സ്വാധീനം വിജയകുമാർ ഉപയോഗിച്ചു. അനുകൂലമായി മൊഴി നൽകാൻ ജീവനക്കാരെ പ്രേരിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ദേവസ്വം ബോർഡിന് നഷ്ടം വരിക എന്ന ഉദ്ദേശത്തോടെയാണ് വിജയകുമാർ പ്രവർത്തിച്ചതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അറസ്റ്റ് ഉറപ്പായതോടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി വിജയകുമാർ കോടതിയെ സമീപിച്ചിരുന്നു. അതിനുശേഷം കടുത്ത മാനസിക സമ്മർദ്ദമാണ് വിജയകുമാർ നേരിട്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാൻ കുടുംബാംഗങ്ങളും വിജയകുമാറിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് വിജയകുമാർ മുൻകൂർ ജാമ്യാപേക്ഷ പിൻവലിച്ച ശേഷം അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിയത്. CPM തിരുവല്ലം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമാണ് N വിജയകുമാർ. പത്മകുമാറിന് ശേഷം പാർട്ടിയിലെ ഒരംഗം കൂടി കേസിൽ അറസ്റ്റിലാകുന്നത് CPMനും കനത്ത തിരിച്ചടിയാണ്. A പത്മകുമാർ അറസ്റ്റിലായിട്ടും അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളായ N വിജയകുമാറിനെയും KP ശങ്കരദാസിനെയും പ്രതി ചേർക്കാത്ത SITയുടെ നടപടിയെ ഹൈക്കോടതിയും വിമർശിച്ചിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം. അരാവലി പർവ്വതനിരയുമായി ബന്ധപ്പെട്ട പുതിയ നിർവചനം സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. പുതിയ നിർവചനത്തിൽ വ്യക്തത വേണമെന്നാവശ്യപ്പെട്ടാണ് കോടതി നടപടി. പർവ്വത മേഖലയെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കാനും കോടതി നിർദ്ദേശം നൽകി. കോടതി ഉത്തരവ് കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്തു. 100 മീറ്ററോ അതിൽ കൂടുതലോ ഉയരമുള്ള കുന്നുകളെ മാത്രം അരാവലി പർവ്വതനിരകളുടെ ഭാഗമായി കണക്കാക്കുമെന്ന പുതിയ നിർവചനത്തിനാണ് സുപ്രീം കോടതിയുടെ സ്റ്റേ. പുതിയ നിർവചനത്തിന് വ്യക്തത വേണമെന്ന് കേന്ദ്ര സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു. പാരിസ്ഥിതിക ആഘാതം ഉൾപ്പെടെ പഠിക്കാൻ ഉന്നതതല അധികാര വിദഗ്ധ സമിതി രൂപീകരിക്കുവാനും കോടതി നിർദ്ദേശിച്ചു. ജനുവരി 21-ന് ഹർജി വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കും. സുപ്രീം കോടതിയുടെ സ്റ്റേ ഉത്തരവിനെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് സ്വാഗതം ചെയ്തു. പർവ്വതനിരയുടെ സംരക്ഷണത്തിനായി എന്ത് നടപടി സ്വീകരിക്കുവാനും കേന്ദ്ര സർക്കാർ തയ്യാറാണെന്ന് പരിസ്ഥിതി മന്ത്രി വ്യക്തമാക്കി. മലനിരയുമായി ബന്ധപ്പെട്ട പുതിയ നിർവചനത്തിൽ പ്രതിഷേധം ശക്തമായതോടെയാണ് സ്വമേധയായി സുപ്രീം കോടതി ഇടപെട്ടത്. മീഡിയ 1 ഡൽഹി. തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ DCC മുൻ സെക്രട്ടറി TM ചന്ദ്രന് പങ്കുണ്ടെന്ന മറ്റത്തൂരിലെ കോൺഗ്രസ് വിമതൻ ഔസേപ്പ. 2019-ൽ TN പ്രതാപനെ പരാജയപ്പെടുത്താനും ചന്ദ്രൻ ശ്രമിച്ചെന്ന് ഔസേപ്പ ആരോപിച്ചു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ രാജിവെക്കണമെന്ന DCC അധ്യക്ഷന്റെ അന്ത്യശാസന TM ചന്ദ്രൻ തള്ളി. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ TN ചന്ദ്രൻ ശ്രമിച്ചെന്നാണ് ഔസേപ്പിന്റെ ഗുരുതര വെളിപ്പെടുത്തൽ. പ്രാവശ്യം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സുരേഷ് ഗോപി ജയിച്ച ഈ തെരഞ്ഞെടുപ്പിലും അത് അവിടെ സംഭവിച്ചിട്ടുണ്ട്. കാരണം പല ബൂത്തുകളിൽ ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 10 ബൂത്തിലോ അങ്ങാണ്ടാണ് 3ാം സ്ഥാനത്ത് പോയിരിക്കുന്നത്. ഇതിന്റെയൊക്കെ ഒരു ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നു. TN ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ തന്റെ വീട്ടിലെത്തി നടത്തിയ ചർച്ചയിൽ BJP പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് തന്നോട് പറഞ്ഞെന്നും താൻ കൂട്ടുനിന്നില്ലെന്നും തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഔസേപ്പ് വ്യക്തമാക്കി. CCTV ദൃശ്യങ്ങൾ സഹിതമാണ് ഔസേപ്പിന്റെ വെളിപ്പെടുത്തൽ. ഞാൻ ചന്ദ്രനോട് ചോദിക്കുകയാണ്, നമ്മൾ ഭരിക്കുമെന്ന് ആൾ ഉറപ്പ് പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത് അത് എങ്ങനെയാണ് അത്. അപ്പോഴാണ് ആൾ പറയുന്നത് BJPക്കാർ നമുക്ക് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഔസേപ്പിന്റെ ആരോപണങ്ങൾ ചന്ദ്രൻ തള്ളി. മുഴുവൻ ദൃശ്യങ്ങളും പുറത്തുവിടാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല. മറ്റത്തൂരിലെ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പദവികൾ രാജിവെച്ചില്ലെങ്കിൽ അയോഗ്യരാക്കുമെന്ന ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നറിയിപ്പും ചന്ദ്രൻ തള്ളി. BJPയുമായി ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകെട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ആ ഉണ്ടാക്കാത്തിടത്തോളം കാലം ഞങ്ങൾക്കതിന്റെ പാപഭാരം ഏറ്റെടുക്കേണ്ടതുമില്ല. മീഡിയ 1 തൃശൂർ. സേഫ് ബോക്സ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയെ ED ചോദ്യം ചെയ്തു. കൊച്ചിയിലെ ED ഓഫീസിൽ 6 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. സേഫ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് ജയസൂര്യ. തൃശൂർ വെസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത സേഫ് ബോക്സ് തട്ടിപ്പ് കേസിലാണ് ജയസൂര്യയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത്. പോലീസ് കേസെടുത്തതിന് പിന്നാലെ കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ECIR രജിസ്റ്റർ ചെയ്തിരുന്നു. 11 മണിക്കാണ് ജയസൂര്യ ചോദ്യം ചെയ്യലിന് ഹാജരായത്. കേസിൽ 2ാം തവണയാണ് ചോദ്യം ചെയ്യൽ. 24-ാം തീയതി ജയസൂര്യയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. സേഫ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് ജയസൂര്യ. തട്ടിപ്പിൽ പങ്കുണ്ടോ, തട്ടിപ്പിനെക്കുറിച്ച് അറിയാമായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളാണ് ജയസൂര്യയിൽ നിന്നും ED അന്വേഷിക്കുന്നത്. ഓൺലൈൻ ലേല സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതും ജയസൂര്യയായിരുന്നു. തൃശൂർ സ്വദേശി സ്വാതിക് റഹീമാണ് കേസിലെ മുഖ്യപ്രതി. സ്വാതിക്കിന്റേതാണ് സേഫ് ബോക്സ് എന്ന സ്ഥാപനം. ഇയാളുമായി ജയസൂര്യയ്ക്ക് സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്നും ED പരിശോധിക്കുന്നുണ്ട്. 43 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് കേസ് അന്വേഷിച്ച പോലീസിന്റെ കണ്ടെത്തൽ. മീഡിയ 1 കൊച്ചി. SIRൽ ഹിയറിംഗിന് ഹാജരായില്ല എങ്കിൽ വീണ്ടും അവസരം ലഭിക്കണമെങ്കിൽ രേഖാമൂലം കാരണം ബോധിപ്പിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാരണം ബോധിപ്പിച്ചില്ല എങ്കിൽ അന്തിമ പട്ടികയിൽ നിന്ന് പുറത്തു പോകും. 2ാം തവണയും ഹാജരായില്ല എങ്കിൽ പിന്നീടൊരു അവസരം ലഭിക്കില്ല.
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BLOമാർക്ക് നൽകിയ മാർഗനിർദ്ദേശക്കുറിപ്പിലാണ് ഹിയറിംഗിനെ സംബന്ധിച്ച നിർണായക മുന്നറിയിപ്പുള്ളത്. 7 ദിവസം മുൻപാണ് ഹിയറിംഗിന് നോട്ടീസ് നൽകേണ്ടത്. നോട്ടീസിൽ ഹാജരാകേണ്ട സ്ഥലവും സമയവും കയ്യിൽ കരുതേണ്ട രേഖയുടെ വിവരവും ഉണ്ടാകും. എന്നാൽ നിശ്ചിത സമയത്ത് എത്താതിരിക്കുകയും കാരണം ബോധിപ്പിക്കാത്തവരുടെയും എന്യൂമറേഷൻ ഫോമിലെ വിവരങ്ങൾ വെച്ച് തീർപ്പ് കൽപ്പിക്കാനാണ് EROമാർക്ക് കമ്മീഷന്റെ നിർദ്ദേശം. ഈ വിവരങ്ങൾ വെച്ച് മാപ്പിംഗ് ചെയ്യാനാവാത്തവർ സ്വാഭാവികമായും അന്തിമ പട്ടികയിൽ നിന്ന് പുറത്തുപോകും. ERO മുൻപാകെ രേഖാമൂലം കാരണം ബോധിപ്പിച്ചാലും ഒരു തവണ മാത്രമാണ് അവസരം ലഭിക്കുക. ഒരു ദിവസം ERO അല്ലെങ്കിൽ അസിസ്റ്റന്റ് ERO പരമാവധി 150 കേസുകൾ മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂവെന്നും മാർഗനിർദ്ദേശക്കുറിപ്പിൽ പറയുന്നു. അതേസമയം ഹിയറിംഗിനുള്ള നോട്ടീസ് നൽകുന്ന നടപടിക്രമങ്ങൾ എല്ലായിടത്തും ആരംഭിച്ചിട്ടില്ല. നോട്ടീസ് നൽകാതെ തന്നെ 2002 വോട്ടർ പട്ടികയുമായി മാപ്പിംഗ് ചെയ്യാനുള്ള അവസാനഘട്ട ശ്രമത്തിലാണ് BLOമാർ. കഴിഞ്ഞ ദിവസം മുതൽ അതത് മേഖലയിലെ സാഹചര്യമനുസരിച്ച് ഹിയറിംഗിനുള്ള നോട്ടീസ് നൽകി തുടങ്ങിയെന്നാണ് കമ്മീഷൻ അറിയിച്ചിരുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.